ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറെ ആൾ കാത്തിരുന്നിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പം കാരണം ഞങ്ങളൊരു 5.5 വർഷത്തിന് മുകളിലായി നമുക്ക് ഇങ്ങോട്ടും അറിയാനും ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അത് എൻഗേജ്മെന്റിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ. ഇപ്പോൾ കല്യാണമാണ്, ഞങ്ങൾ ഇതുവരെ കല്യാണത്തിന് ഡേറ്റ് എടുത്തിട്ടില്ല. അതാണ് ഇനി അടുത്തൊരു കാര്യം. അതിന്റെ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്. അപ്പോഴത്തെ ആൾക്കാർക്ക് ആളൊന്ന് പരിചയപ്പെടുത്താം. പിന്നെ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ സിജോ, ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, ഒരു സോഷ്യൽ മീഡിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇത് ലിനു. ലിനു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന ആളാണ്. ഇപ്പോൾ എൻഗേജ്മെന്റ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറയുന്നത്? പറഞ്ഞു പറഞ്ഞു പുള്ളിക്കാരിക്ക് പറയാൻ കുറച്ച് മടിയുള്ള ആളാണ് കേട്ടോ. ആർക്കാണ് ആരോട് ഇഷ്ടം? ഇപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിചയപ്പെടുന്നത്. അതിൽ പരിചയപ്പെട്ട് നല്ല കമ്പനി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനിടയിൽ ഞാൻ പ്രപ്പോസ് ചെയ്യുകയോ അവളെന്നെ പ്രപ്പോസ് ചെയ്യുകയോ അങ്ങനെ പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലായ കൂട്ടത്തിൽ ഒരു ഇഷ്ടം തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഇഷ്ടം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല, ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ ബിവിയിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ, അത് ഞാൻ എന്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതൊരു ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അത് ഓപ്പറേറ്റ് വേണം പറയാം. ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫണ്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിരുന്ന സമയത്ത് ലിനു അത് റിജക്ട് ചെയ്തിട്ടുണ്ട്. ആ റിജക്ഷൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാനത് മനസ്സിലാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷമാണ്. ലിനു അതിന്റെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം തന്നെ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വളരെ ചുരുങ്ങിയ കാര്യം കൊണ്ട് പുള്ളിക്കാർക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അതാണ്, അങ്ങനെയാണ് ആ ഇഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ വിന്റേജ് കാറിലും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അതെല്ലാം പുള്ളിക്കാരുടെ പ്ലാൻ. അവർക്ക് ഭയങ്കര കോൺടസ്റ്റഡ് ആവാം. ഞാൻ ആദ്യം ബ്ലൂ ആയിരുന്നു, ലൈറ്റ് ബ്ലൂ ആയിരുന്നു. അത് ഇവൾ കോൺടസ്റ്റഡ് ആളായതുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര വിന്റേജ് കാറിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആളൊന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഭയങ്കര ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഓടിക്കും. പുള്ളിക്കാർക്ക് ബുള്ളറ്റ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. കല്യാണം ഡേറ്റ് ഇല്ല ബ്രോ, കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അത് നോക്കണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മളത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിരിക്കുക. ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു സപ്പോർട്ട്? അതായത് ഞാൻ ബിഗ് ബോസ് പോയപ്പോഴത്തേക്കും എനിക്ക് PR ഞങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ലിനുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സും ലിനുവായിട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ലിനുവാണ്. അപ്പൊ എൻ്റെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന ആ ഒരു 3 മാസം സമയത്തുള്ള എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഈ CMA കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നത് ലിനുവാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്നതും ലിനുവും നമ്മുടെ വേറൊരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. 5 വർഷം പ്രണയിച്ചു വന്നു. അപ്പൊ ആദ്യം ഈ തുടക്കത്തിലൊക്കെ കെട്ടുന്നവരെ എത്തുന്ന വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങള് മറ്റേ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ നമ്മൾ എല്ലാം കഴിക്കും നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ നമുക്ക് എന്താ എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുക, ഇഷ്ടം മനസ്സിൽ തോന്നുക. അങ്ങനെ വലിയ രീതിയിൽ പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടാവും. അത് കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴേലും നിർത്തി പോയാൽ മതി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ വഴക്കണമെന്നൊക്കെ പറയും. അത് വഴക്ക് നമുക്കറിയാമല്ലോ, അത് വഴക്കിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ലൈഫ് പ്ലാൻസ്? അല്ല, ഇനിയിപ്പോൾ കല്യാണമാണ് മെയിനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ലിനുവിൻ്റെ വീട്ടിൽ പോയിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്ന്, കാരണം ലിനുവിൻ്റെ 2 ചേച്ചിമാരും ചേട്ടന്മാരും എൻ്റെ അനിയന്മാരും സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവർ എല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ്, പുറത്താണ് എല്ലാവരും. അപ്പോൾ അവർ ലീവ് നോക്കണം. എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു സിസ്റ്ററിന് ഇപ്പോഴും വരാൻ പറ്റിയിട്ടില്ല, എൻഗേജ്മെൻറ്റിന് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ അവളുടെ ലീവ് നോക്കണം. ആ ലീവ് എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് അന്നത്തെ കാര്യം മാനേജ് വയ്ക്കുക. ബിഗ് ബോസിലെ കൂട്ടുകാരെല്ലാവരും എത്തിയോ? കുറച്ച് ആൾക്കാർ അസൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ചില ആൾക്കാർ ഇപ്പം ഇവിടെ അർജുനൊരു ഇനോഗ്രേഷൻ ഉണ്ട്, ശ്രീധനൊരു ഫംഗ്ഷൻ ഷൂട്ട് ഉണ്ടായിരുന്നു. യമുനേച്ചി വരാനിരുന്നതാണ് രാവിലെ. അപ്പോൾ യമുനേച്ചിക്ക് വരണം, അത്യാവശ്യം അവിടെ പോകേണ്ടി വന്നു. സുരേഷ് ഷട്ടർ വരാൻ വേണ്ടി പറ്റിയില്ല. പൂജ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫോണെ ഓപ്പൺ ആക്കിയില്ലത്. അപ്പോൾ എല്ലാവരും ഞാൻ വിളിച്ചിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരെല്ലാവരും തന്നെ അസൗകര്യം അറിയിച്ചു. പിന്നെ ഒരു കല്യാണത്തിന് ഉണ്ടാവുമല്ലോ. നോറലേറ്റ് ആയിട്ടാണോ ഇവിടെ ക്യാമറമാനത് ഇതിനകത്തെടുക്കുമോ? സ്റ്റേജിൽ കയറണം.